നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തൊഴിലുടമകൾക്ക് വർക്ക് പെർമിറ്റ് വിവരങ്ങൾ പുതുക്കാൻ ഓൺലൈനായി തന്നെ അവസരമൊരുക്കിയിരിക്കുകയാണ് കുവൈറ്റ് മാൻ പവർ പബ്ലിക് അതോറിറ്റി. അഷൽ ആപ്പ് വഴിയാണ് വിവരങ്ങൾ തിരുത്താൻ സാധിക്കുന്നത്. മാൻ പവർ അതോറിറ്റി വക്താവ് അസീൽ അൽ മസായിദാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ പേര്, പാസ്പോർട്ട് നമ്പർ, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ വിവരങ്ങൾ എല്ലാം മാറ്റാൻ സാധിക്കും. അപേക്ഷ അംഗീകരിച്ചാൽ തൊഴിലാളിയുടെ വിസയിലെ ഡേറ്റ ആഭ്യന്തര മന്ത്രാലയവുമായുള്ള ലിങ്ക് വഴി അപ്ഡേറ്റ് ചെയ്യും. അതേസമയം കുവൈറ്റ് മിച്ച ബജറ്റ് അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. 2014 ശേഷം ആദ്യമായാണ് മിച്ച ബജറ്റ് അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ട് വരുന്നത്. ബജറ്റ് കമ്മി 2 മാസം കൊണ്ട് 94% കുറഞ്ഞു. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. 7% GDP വളർച്ചയാണ് കുവൈറ്റ് പ്രതീക്ഷിക്കുന്നത്. 2021 2.5% നിന്നിടത്ത് നിന്നും വൻ കുതിപ്പാണുണ്ടായത്. എണ്ണ ഇതര വരുമാനം രാജ്യത്ത് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 3.1% വളർച്ചയാണ് എണ്ണ ഇതര വരുമാനത്തിൽ നിന്ന് മാത്രം കുവൈറ്റിന് ഉണ്ടായത്. ഈ വർഷം 4.7% വളർച്ചയാണ് കുവൈറ്റ് പ്രതീക്ഷിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ കച്ചവടങ്ങളാണ് കഴിഞ്ഞ വർഷം നടന്നത്. അത് ഇപ്പോഴും ആവർത്തിക്കുമെന്നാണ് കുവൈറ്റിൻ്റെ പ്രതീക്ഷ. വാർഷിക എണ്ണ വരുമാനത്തിൽ 11.8% വർധനയാണ് പ്രതീക്ഷിക്കുന്നത്. 2020 നിന്ന് 2021 എത്തിയപ്പോൾ 10% കുറവാണ് വരുമാനത്തിൽ രേഖപ്പെടുത്തിയത്. 2022 എണ്ണവില ബാരലിന് $112 മുകളിൽ കിട്ടുമെന്നാണ് ഇപ്പോൾ കുവൈറ്റ് കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ $118 വിലയാണ് ഒരു ബാരലിന് കിട്ടുന്നത്. എണ്ണവില ബാരലിന് $65 കണക്കാക്കിയാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്.